എല്ലാ പ്രേക്ഷകർക്കും ബിഫോർ ബെറ്റർ ലൈഫ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഇതാണ് എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് 2 ഫയലുകളാണ്. 2 ഫയലുകൾ ഇഷ്ടമുള്ളൊരു ഫയൽ നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ഈ ഫയലിലേക്ക് പോകാം. നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നത് മാതൃകാപരമായൊരു ജീവിതമാണ്. അത് അലോസരങ്ങളില്ലാതെ, വലിയ പ്രതിസന്ധികളില്ലാതെ സമാധാനത്തോടുകൂടി നിങ്ങളുടെ ഒപ്പം ജീവിച്ചു പോകാനാണ്. ഒരിക്കലും ഒരു അന്യായത്തെ ആഗ്രഹിക്കുകയോ അന്യായത്തെ ഇഷ്ടപ്പെടുകയോ ചെയ്യുന്ന വ്യക്തിയല്ല നിങ്ങളുടെ വ്യക്തി. വളരെ നല്ല നിലയിൽ, വളരെ സമാധാനത്തോടെ, വളരെ ഇഷ്ടത്തോടെ ജീവിച്ച് പോകാനാണ് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നത്. ഒരിക്കലും ഒരു അന്യായം സംഭവിക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. എല്ലാത്തിൽ നിന്നും മാറി വലിയ സമാധാനത്തോടുകൂടി, വലിയ ആഗ്രഹത്തോടുകൂടി നിങ്ങളോടൊപ്പമുള്ളൊരു ജീവിതമാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. അത് മറ്റാരെങ്കിലും ഉപദ്രവിക്കാനോ മറ്റാരെങ്കിലും കാണിക്കാനോ അല്ല. നിങ്ങളോട് തന്നെ വളരെ മിതത്വത്തോടു കൂടിയുള്ള സ്നേഹമാണ് ആ വ്യക്തി കാണിക്കുന്നത്. എന്ന് കരുതി ആ വ്യക്തിക്ക് സ്നേഹമില്ല എന്ന് നിങ്ങൾക്കൊരിക്കലും പറയാൻ കഴിയില്ല. ആ വ്യക്തി നിങ്ങളിൽ നിന്നും ആത്മാർത്ഥമായ സ്നേഹങ്ങളും പ്രകടനങ്ങളും സ്നേഹപ്രകടനങ്ങളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അപ്പോൾ ആ വ്യക്തി മിതത്വത്തോടുകൂടി സ്നേഹിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. ആ വ്യക്തിയുടെ ശൈലി അങ്ങനെയാണ്. നിങ്ങളെ മിതത്വത്തോടുകൂടി സ്നേഹിച്ചു പോകാനാണ് ആ വ്യക്തി ഇഷ്ടപ്പെടുന്നത്. ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് ആ വ്യക്തി മുന്നോട്ട് പോകുന്നു. ആ വ്യക്തി ഒരിക്കൽ പോലും ഒരു തെറ്റായ തീരുമാനമോ ഒരു തെറ്റായ കാര്യമോ ഒന്നിലും എടുക്കാതെ ഏറ്റവും സംശുദ്ധമായി പോകാനാണ് ആ വ്യക്തിക്ക് ഇഷ്ടം. നിങ്ങൾ എന്തൊക്കെ ആ വ്യക്തിയോട് പറഞ്ഞാലും, എന്തൊക്കെ ആ വ്യക്തിയുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞാലും തിരിച്ചു വിഷമിപ്പിക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ അമിത സ്വാതന്ത്ര്യവും ഒക്കെ ആ വ്യക്തി ആസ്വദിക്കുമ്പോഴും തൻ്റെ ഭാഗത്തു നിന്ന് ഒരിക്കലും പരിധി വിട്ടുള്ള ഒരു പെരുമാറ്റമോ ഒരു ആവശ്യമോ ഒന്നും ആ വ്യക്തി ഉന്നയിക്കില്ല. നിങ്ങൾക്ക് വേണ്ടിയാണ് മുഴുവൻ സമയവും പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളും ഉൾപ്പെടുന്ന, ആ വ്യക്തിയൊക്കെ ഉൾപ്പെടുന്ന ആ ഒരു സർക്കിളിലുള്ള എല്ലാവർക്കും വേണ്ടി ജീവിക്കുകയാണ് ആ വ്യക്തി. അമിതമായ ആവശ്യങ്ങളോ ഡിമാൻഡുകളോ ഒരിക്കലും തൻ്റെ ജീവിതത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ വെക്കാത്തൊരു വ്യക്തിയാണ്. ഉള്ളതിൽ തൃപ്തിപ്പെട്ട് നിങ്ങളെ സ്നേഹിച്ച് ജീവിക്കാനാണ് ഇഷ്ടം. അപ്പോഴും നിങ്ങളിൽ നിന്നുള്ള കൂടുതൽ സ്നേഹം ആ വ്യക്തി എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. തൻ്റെ സ്നേഹം പരിധി വിട്ടു പോകാതെ മനസ്സിൽ ഉള്ളിൽ ഒളിപ്പിച്ചു വെക്കുമ്പോഴും നിങ്ങളിൽ നിന്നും അമിതമായ ഒരു സ്നേഹം കിട്ടിയിരുന്നെങ്കിൽ, നിങ്ങളിൽ നിന്നും ഒരു സ്നേഹത്തിൻ്റെ അലയൊലി കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആ വ്യക്തി എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്. അതായിട്ട് രണ്ടാമത്തെ ഈ ഫയൽ സ്വീകരിച്ച വ്യക്തിയുടെ റീഡിംഗ് ആണ് പറയുന്നത്. നിങ്ങളെ ഒരുപാട് കാലം അവജ്ഞയോടെ കണ്ടൊരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി. നിങ്ങൾക്ക് യാതൊരു കഴിവുമില്ല, നിങ്ങൾക്ക് യാതൊരു നിലവാരവുമില്ല, നിങ്ങളെ പരിഗണിക്കേണ്ടതില്ല, നിങ്ങളെ പരിഗണിക്കേണ്ട ആളല്ല. ആ വ്യക്തിക്ക് ലഭിക്കാവുന്നതിൽ ഏറ്റവും മോശം ആളായിരിക്കും നിങ്ങളെന്നും ആ വ്യക്തി ഒരിക്കൽ പോലും നിങ്ങളിൽ ലഭിക്കാൻ ആഗ്രഹിക്കുകയും പോലും ചെയ്യാതെ തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ വ്യക്തിയാണ്. പക്ഷെ ഒരു ഘട്ടത്തിൽ ആ വ്യക്തി നിങ്ങളുടെ നന്മയെ കണ്ടറിയുകയായിരുന്നു, നിങ്ങളുടെ ക്വാളിറ്റിയെ കണ്ടറിയുകയായിരുന്നു. കാരണം നിങ്ങൾക്ക് നന്മയുണ്ടെന്നും നിങ്ങൾക്ക് ക്വാളിറ്റി ഉണ്ടെന്നും ഒക്കെ ആ വ്യക്തിക്ക് ഒരു ഘട്ടത്തിൽ ബോധ്യപ്പെടുകയാണ്. ബോധ്യപ്പെടുക മാത്രമല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. ആ വ്യക്തി നിങ്ങളിൽ എന്ത് മതിപ്പ് കുറവാണ് കണ്ടത്. ഏതൊരു കാര്യത്തിൽ ആ വ്യക്തി നിങ്ങളിലൊരു മതിപ്പ് കുറവ് കണ്ടിരുന്നു. ആ കാര്യത്തിൽ നിങ്ങൾക്ക് കൃത്യമായ മുന്നേറ്റം ഉണ്ടായി. ജീവിതത്തിൽ നിങ്ങൾക്ക് കൃത്യമായ മുന്നേറ്റവും നിങ്ങൾക്ക് കൃത്യമായ ജീവിത വിജയമൊക്കെ ഉണ്ടായി. അത് കണ്ടപ്പോൾ ആ വ്യക്തിക്ക് സ്വാഭാവികമായും നിങ്ങളോട് ഇഷ്ടം തോന്നാൻ തുടങ്ങി. കാരണം ആ വ്യക്തിക്ക് മനസ്സിലായി, ഞാൻ ഏത് കാര്യത്തിലാണോ ഇന്ന വ്യക്തിയിൽ കുറവ് കണ്ടത് ആ വ്യക്തിക്ക് ഇപ്പോൾ അത് ധാരാളം എത്തിയിരിക്കുന്നു. ഒരുപക്ഷെ ഭൗതികമായ ആവശ്യങ്ങളാകാം, സമ്പത്താകാം, സൗന്ദര്യമാകാം, ധനമാകാം, അധികാരമാകാം എന്ന് വേണ്ട ആ വ്യക്തിയിലേക്ക് നിങ്ങളെ ആകർഷിക്കാതിരുന്ന, നിങ്ങൾക്ക് ഉള്ള ഒരു കാര്യത്തിൽ ആ വ്യക്തിക്ക് വെറുപ്പ് തോന്നിയിരുന്ന ഒരു കാര്യം, അത് ഏത് കാര്യമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ കാര്യത്തിൽ നിങ്ങൾക്ക് ആ വ്യക്തിയെ ആകർഷിക്കാൻ പോകുന്ന ഒന്നുമില്ലായിരുന്നൊരു വസ്തുത, ആ വസ്തുതയിൽ നിങ്ങൾക്ക് വലിയ മുന്നേറ്റം നൽകിയിരിക്കുന്നു.
ധനമാകാം, സാമ്പത്തികമായിട്ടാകാം, അങ്ങനെ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടായിരിക്കാം നിങ്ങളുടെ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾക്ക് കൂടുതൽ വേണം എന്നുള്ളത് നിങ്ങൾ ആഗ്രഹിച്ച് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചപ്പോൾ ഏത് കാര്യത്തിലാണോ ആ വ്യക്തിക്ക് നിങ്ങളോട് വിയോജിപ്പ്, വെറുപ്പ്, അഭിപ്രായ വ്യത്യാസം, മതിപ്പ് കുറവുണ്ടായിരുന്നത്, ആ കാര്യത്തിൽ കൃത്യമായി നിങ്ങൾക്ക് മുന്നേറ്റം ഉണ്ടാകുകയും നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്ന ഒരു ഘടകമായി അത് മാറുകയും ചെയ്തൊരു കാര്യം, അത് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഈശ്വരൻ, നിങ്ങളുടെ ശക്തി കനിഞ്ഞ് നൽകിയതാവാനാണ് സാധ്യത. ഇപ്പോൾ ആ വ്യക്തി അത് കാണുമ്പോൾ, ആ വ്യക്തിക്ക് അത് മനസ്സിലാക്കുമ്പോൾ, ആ വ്യക്തി വിചാരിക്കുകയാണ്, ഞാൻ ആരെയാണോ ഇന്ന കാര്യത്തിന് അവഗണിച്ച് ആ വ്യക്തി അക്കാര്യത്തിൽ എന്നെ കീഴടക്കിയിരിക്കുന്നു അല്ലെങ്കിൽ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. വലിയ തരത്തിലുള്ള ഒരു ജീവിത മുന്നേറ്റമായിട്ട് നമുക്കതിനെ കാണാം. ആ വ്യക്തിയുടെ കാര്യത്തിൽ നിങ്ങൾക്കുണ്ടായത്, ആ വ്യക്തിയുടെ മനസ്സ് നിറഞ്ഞു പോകുന്ന ഒരവസ്ഥ തന്നെ ഉണ്ടായി. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.